ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ബ്രാഡ്ഗേറ്റ് പാർക്കിലേക്കാണ് പോണത്. സമ്മർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് പിള്ളേർക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ജസ്റ്റ് വൈകുന്നേരം ഒന്ന് ഇറങ്ങാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ബ്രാഡ്ഗേറ്റ് പാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 830ഓളം ഏക്കർ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് പണ്ട് നമ്മുടെ ലേഡി ജെയിൻ ഗ്രേ എന്ന് പറഞ്ഞ ഒരു ക്യൂൻ ഉണ്ടായിരുന്നു. ആ ക്യൂനിൻ്റെ ഏർലി ഹോം, ചൈൽഡ്ഹുഡ് ഹോമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ആ ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ ഒത്തിരി പോയി, കാരണം ഒത്തിരി പഴയ ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും മരങ്ങളാണ്. പിന്നെ നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക്. അതായത് ഒരു കാട്ടിലൊക്കെ അകപ്പെട്ട ഒരു രീതിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇഷ്ടം പോലെ ആൾക്കാർ ഇത് പാർക്ക് കാണാൻ വരുന്നുണ്ട്. അവിടെ ഡിയറുണ്ട്, എവിടെ നോക്കിയാലും ഡിയറിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മയിലുകളുണ്ട്, പിന്നെ താറാവുകളെല്ലാം ഇത് ഇങ്ങനെ ഈ ചെറിയ തോട്ടിക്കോടെ ഇങ്ങനെ ഓടി നടക്കുന്ന നമുക്ക് കാണാം കേട്ടോ. ഇഷ്ടം പോലെ നടക്കാൻ സ്ഥലമുണ്ട്. പിള്ളേരെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഓടി കളിക്കാനായിട്ടും എൻ്റർടൈൻമെൻറ്റിനായിട്ട് പാർക്ക് പോലെയല്ല, എന്നാൽ നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് ഈ വെള്ളം കാണുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ കളിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങണം, കാല് നനയ്ക്കണം, നടക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്ക് കൂടുതലായിട്ടും വേണ്ടതും. അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടെയാണ് നമ്മൾ അവിടെ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി ഫുഡൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിച്ച് ഈ പറഞ്ഞ പോലെ മാനിൻ്റെയൊക്കെ കൂടത്തിൽ ഇരുന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെയുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. പിന്നെ ആ മാനുകൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് ചെന്നാൽ അവർ ജസ്റ്റ് ഇങ്ങനെ നോർമലായിട്ടൊന്ന് നടന്നു നീങ്ങുന്നല്ലാതെ അവരെനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാരെല്ലാം കണ്ട് അവർ യൂസ്ഡ് ആയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു നല്ലൊരു രസമുണ്ട് നമുക്കതെല്ലാം കാണാൻ. ഞാൻ പറഞ്ഞ കൊട്ടാരം ഇതാ കേട്ടോ, പഴയ കൊട്ടാരമാണ്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഞങ്ങൾ ചെന്നപ്പോൾ ഇതാ ഒരു മയിൽ അവിടെ നടപ്പുണ്ട് കേട്ടോ. മയിലിനെ കാണുന്നത് ഒത്തിരി കോമൺ അല്ല അവിടെ കുറച്ച് മയിലുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ലക്കിന് കിട്ടി കേട്ടോ അവരെ. കുറേ നേരം അവർ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തു. അവിടെ ആൾക്കാരിങ്ങനെ ഓരോ ചെറിയ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പം മയിലിനെയും കണ്ട് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇതൊരു കോമൺ ആയിട്ട് ഇവിടെ കാണുന്നതല്ലല്ലോ. അപ്പം 2-3 മയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിനെ കാണാം, മയിലിനെ കാണാം, കൊട്ടാരം കാണാം, വേണേ ഒന്ന് കുളിക്കാം. അവിടെ ചെറിയ തോടുകളുണ്ട്, അവിടെ ഇഷ്ടംപോലെ കുളിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ബ്രാഡ്ഗേറ്റ് പാർക്കിൽ പോയി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ലെസ്റ്ററിൽ നിന്നുള്ളവർക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പോയി നോക്കുക കേട്ടോ. എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യേ. സമ്മർ വെക്കേഷൻ പൊളിക്ക്.